തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. കല്ലെറിഞ്ഞയാളെ പിടികൂടി. പിടിയിലായയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി സൂചന. കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ലുകളും പൊട്ടി. കൊല്ലം തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ മോഷണം തുടർക്കഥയാകുന്നു. ജൽജീവൻ പദ്ധതിയിൽ വീടുകളിൽ സ്ഥാപിച്ച വാട്ടർ മീറ്ററുകൾ മോഷണം പോകുന്നു. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം. പരസ്യ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചതായി നാട്ടുകാർ. നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ. കൊല്ലത്ത് 13 വയസ്സുകാരനായ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. പിടിയിലായത് കരുനാഗപ്പള്ളി സ്വദേശി ജലാലുദ്ദീൻ കുഞ്ഞ്. ഇയാളെ അനുസരിച്ചില്ലെന്ന് പറഞ്ഞാണ് മകനെ ജനൽ കമ്പിയിൽ കെട്ടിയിട്ട് കേബിൾ കൊണ്ട് മർദ്ദിച്ചത്. കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തു. അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ബംഗളൂരു സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 40% കമ്മീഷൻ സർക്കാർ എന്ന പരാമർശത്തിലായിരുന്നു കേസ്. ജൂലൈ 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 350 പോയിന്റും നിഫ്റ്റി 120 പോയിന്റും ഉയർന്നു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നതാണ് ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചത്. ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചെന്ന് നടി കങ്കണ റണാവത്ത്. വീഡിയോ പ്രചരിപ്പിച്ചതിനു പിന്നാലെ CISF ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു. കർഷകരെ അപമാനിച്ചതിനാണ് കങ്കണയെ മർദ്ദിച്ചതെന്നാണ് വിവരം. 24 ന്യൂസ് അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റോബിൻ ലാലിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വനപാലകരെ ആക്രമിച്ചെന്ന പരാതിയിലാണ് റോബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. രാസലഹരിയുമായി നഴ്സിംഗ് വിദ്യാർത്ഥി ആലപ്പുഴയിൽ പിടിയിൽ. സൗത്ത് ആര്യാട് സ്വദേശി അനന്തകൃഷ്ണനാണ് പിടിയിലായത്. 6 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് നഴ്സിംഗ് വിദ്യാർത്ഥി പിടിയിലാകുന്നത്. സന്തോഷ് ട്രോഫി മുൻ താരം OK സത്യൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ ദേശീയ മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ഇരുചക്രവാഹനവും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. 10 മണിയോടെ പൂവത്തൂർ പറപ്പൂർ റോഡിലാണ് അപകടം. പൂവത്തൂർ സ്വദേശി സാഫറാണ് മരിച്ചത്. തിരുവനന്തപുരം പൂന്തുറയിൽ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ അപകടം. വള്ളം ഭാഗികമായി തകർന്നു. അപകട സമയം വള്ളത്തിൽ ഉണ്ടായിരുന്നത് 6 മത്സ്യത്തൊഴിലാളികൾ. ആർക്കും പരിക്കുകളില്ല. എറണാകുളം പെരുമ്പാവൂരിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ സ്വദേശി സമീർ ദിഗലാണ് 5.5 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവുമായി വരുന്ന വഴി മുടിക്കൽ പവർ ഹൌസ് ജംഗ്ഷനിലാണ് ഇയാൾ പിടിയിലാകുന്നത്. കൊല്ലം ചക്കുവള്ളിയിലെ ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ബൈക്ക് അപകടത്തിൽ 2 പേർ മരിച്ചു. മരിച്ചത് പെരുമ്പാ സ്വദേശി ഷാനിദ്, തൃക്കരിപ്പൂർ മെട്ടമൽ സ്വദേശി സുഹൈൽ എന്നിവർ. നിയന്ത്രണം വിട്ട വാഹനം ടെലഫോൺ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പൂനെ വനിതാ ഹോസ്റ്റലിലുണ്ടായ തീപിടുത്തത്തിൽ വാച്ച്മാൻ മരിച്ചു. അപകടം ഷാനിമാർ പ്രദേശത്ത് പുലർച്ചെ 1:30-ഓടെ. കെട്ടിടത്തിൽ കുടുങ്ങിയ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. ആലപ്പുഴ ചത്തിയറപ്പാലം അപകടാവസ്ഥയിൽ. സുരക്ഷാ ക്രമീകരണത്തിന് പോലീസിനെ നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഏറെ നാളുകളായി പൊളിച്ച് പുനർനിർമ്മാണം തുടങ്ങിയ ചത്തിയറ പാലത്തിനു പകരം നിർമ്മിച്ച താൽക്കാലിക നടപ്പാലം അപകടാവസ്ഥയിലാണ്.